ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ അടിപൊളി ചിക്കൻ 65 ഉണ്ടാക്കിയാലോ. അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യം കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഒരു ലൈക്കും കൂടെ കൊടുത്തേക്കുന്നേ. ആദ്യം തന്നെ കഴുകി വൃത്തിയൊക്കെ വെച്ച ചിക്കനിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മസാലകളായിട്ട് എടുത്തേക്കണത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈരും ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നാലേ ചിക്കനിലേക്ക് ശരിക്കും മസാലയൊക്കെ പിടിച്ച് സെറ്റായി വരുള്ളൂ. ഇനി നമുക്ക് ആ ചിക്കനൊരു മൂടി വെച്ച് മൂടി വെക്കാം. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ തുറന്നു നോക്കുമ്പോൾ മസാല ഉപ്പൊക്കെ പിടിച്ച് സെറ്റ് ആയിണ്ടാവൂട്ടാ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് നമുക്ക് കൈകൊണ്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാട്ടാ. എങ്കിലാണ് എല്ലാ ഭാഗത്തേക്കും അത് പിടിക്കുള്ളൂ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി അത് വീണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി. ഒരു പാൻ വെച്ചിട്ട് അത് നന്നായി ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിക്കുമ്പോൾ ചിക്കൻ മുങ്ങി കിടക്കാൻ പാകത്തിന് ഓയിൽ ഒഴിക്കണം കേട്ടാ. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ പീസ് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. നമുക്ക് 2 പ്രാവശ്യമായിട്ട് പൊരിച്ചെടുക്കാനുള്ള ചിക്കൻ ഉണ്ട് കേട്ടാ. അപ്പൊ ആദ്യം ഒരു പ്രാവശ്യം ഇട്ടു, അത് നന്നായി നമുക്ക് പൊരിച്ചെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് അതൊന്ന് ഇളക്കി ഒന്ന് മറച്ചു കൊടുക്കാട്ടാ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചിക്കനൊക്കെ അത്യാവശ്യം ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളകും വേപ്പിലയും കീറിയിട്ട് കൊടുക്കാം. പച്ചമുളകും വേപ്പിലയൊക്കെ നന്നായി ഫ്രൈ ആയി വരുമ്പോൾ അതിന്റെ ഒരു മണവും അതിന്റെ ഒരു ടേസ്റ്റും കൂടെ നമുക്ക് ചിക്കന് കിട്ടൂട്ടാ. ഞാൻ പച്ചമുളകിന്റെ വേപ്പിലയോടൊപ്പം കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കനൊക്കെ ഒന്ന് നന്നായി കുക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കനൊക്കെ അത്യാവശ്യം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കോരിയെടുക്കാം. ഇപ്പൊ എന്തോരം മുരിവ് വേണമെന്ന് അത് നിങ്ങളുടെ ഇഷ്ടാട്ടാ. എനിക്ക് ഒത്തിരി അങ്ങോട്ട് ചിക്കൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് മുരിയണ ഇഷ്ടമല്ല. മീഡിയം ലെവലിലായിട്ട് ഞാൻ എടുത്തേക്കണേ. എന്നാൽ ചിക്കൻ അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞു പോയിട്ടില്ല, എന്നാൽ അത്യാവശ്യം നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇത്ര സിമ്പിളാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണ ഈ ചിക്കൻ 65 ഉണ്ടാക്കാനായിട്ട്. അധികം നേരം ഒന്നും വേണ്ട, പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പൊ വീട്ടിൽ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് ചിക്കനൊക്കെ എടുത്ത് വെച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചുമ്മാ ഒരുപാട് കാശ് കൊടുത്തിട്ട് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കണേക്കാളും നല്ലതാ. അപ്പൊ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉള്ളമ്മമാര് എന്തായാലും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതിലും അടിപൊളി റെസിപ്പീസ് ആയിട്ട് നമ്മൾ വീണ്ടും വന്നേക്കും. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ. പിന്നെ ഒരു ലൈക്കും കൂടെ കൊടുക്കാൻ മറക്കണ്ട കേട്ടോ.